Good morning children, welcome to your biology classes CNNBHS. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 4 ആണ് പഠിച്ചത്, ബ്രീത്തിങ് ഫോർ എനർജി. അതിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യാം. പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നാം ഫ്ലോ ചാർട്ടിലൂടെ കണ്ടു മനസ്സിലാക്കിയതാണ്. അതുപോലെ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ, ഉച്ഛ്വാസവും നിശ്വാസവും. അറ്റ്മോസ്ഫിയറിക് എയറിനെ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഉച്ഛ്വാസം. ശരീരത്തിൽ നിന്ന് വായുവിനെ പുറത്തേക്ക് വിടുന്നതാണ് നിശ്വാസം. അടുത്തത് തൊറാസിക് മൂവ്മെന്റ്സ് ആൻഡ് ബ്രീതിങ്, ഔരസാശയ ചലനവും ശ്വസനവും. ഈ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ അതിൻ്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ തൊറാസിക് മൂവ്മെൻറ്റിൻ്റെ, തൊറാസിക് കാവിറ്റിയുടെ കോൺട്രാക്ഷൻ റിലാക്സേഷനാണ്. ആ തൊറാസിക് കാവിറ്റിയുടെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ വഴി അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഫ്രം ദ ബോഡി. നാം ശ്വാസോച്ഛ്വാസം, അതായത് ബ്രീത്തിങ് എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയതാണ്. ഇനി ഒരു ബ്രീത്തിങ്ങിൽ, അതായത് ഒരു ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ, അതിലടങ്ങിയിരിക്കുന്ന വായുവിൻ്റെ അളവ് നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതിന് പറയുന്നതാണ് ടൈഡൽ വോളിയം. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. സാധാരണ ഒരു ഉച്ഛ്വാസ നിശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് നാം ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1/2 ലിറ്ററാണ്, 500 ml ആണ് നമ്മുടെ ടൈഡൽ വോളിയം. അതായത് ഒരു സാധാരണ ഇൻസ്പിറേഷനിലൂടെ നമ്മൾ അകത്തേക്ക് എടുക്കുകയും എക്സ്പിറേഷനിലൂടെ പുറത്തു വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 ml ആണ്. ആരോഗ്യകരമായ ഒരു ശ്വസന പ്രവർത്തനത്തിൻ്റെയും തൊറാസിക് കാവിറ്റിയിലെ ഔരസാശയ ഭിത്തിയിലെ പേശികളുടെ കരുത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് വൈറ്റൽ കപ്പാസിറ്റി. Vital capacity is the volume of air that can be breathed out by forceful expiration after maximum forceful inspiration. ഗാഢമായ ഒരു ഉച്ഛ്വാസത്തിന് ശേഷം പരമാവധി പുറത്തേക്ക് പോകുന്ന, നിശ്വസിക്കുമ്പോൾ പരമാവധി പുറത്തേക്ക് പോകുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഒരു ഉച്ഛ്വാസത്തിലൂടെ പരമാവധി അന്തരീക്ഷ വായുവിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അതുപോലെ വളരെ ശക്തിയായി നമ്മൾ നിശ്വസിക്കുമ്പോൾ അകത്ത് കയറിയ വായു പരമാവധി പുറത്തേക്ക് പോകുന്നു. ഈ വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശ്വസന പ്രവർത്തനത്തിൻ്റെ ആരോഗ്യം എത്രമാത്രമുണ്ട്, വൈറ്റൽ കപ്പാസിറ്റി നോക്കിക്കൊണ്ട് നമ്മുടെ ശ്വസന പ്രവർത്തനത്തിൻ്റെ എത്ര ആരോഗ്യകരമായിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സാധാരണ പുരുഷന്മാരിൽ 4.5 ലിറ്റേഴ്സാണ്, 4.5 ലിറ്ററാണ് പുരുഷന്മാരിൽ. സ്ത്രീകളിൽ 3 ലിറ്ററാണ് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി സാധാരണയായി പറയപ്പെടുന്നത്. ഇത് കായിക താരങ്ങൾക്ക് ഏകദേശം നല്ല വൈറ്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. കായികക്ഷമത കൂടിയ ആളുകളിൽ വൈറ്റൽ കപ്പാസിറ്റി കൂടുതലും, വ്യായാമക്കുറവുള്ള ആളുകളിൽ വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വൈറ്റൽ കപ്പാസിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കാൻ നോക്കാം. ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. വൈറ്റൽ കപ്പാസിറ്റി അളക്കുന്ന വിധം ചിത്രീകരണത്തിൽ നൽകിയിരിക്കുന്ന പോലെ 2 പ്ലാസ്റ്റിക് ജാറുകളും കുഴലുകളും കണക്ട് ചെയ്യുക. 5 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ജാറുകൾ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ജാറിൽ 5 ലിറ്റർ ജലം നിറയ്ക്കുക. അതിനുശേഷം ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വായു ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ ഫണലിലൂടെ ശക്തമായി ഊതുക. രണ്ടാമത്തെ ജാറിലേക്ക് വീഴുന്ന ജലത്തിൻ്റെ അളവ് നോക്കുക. ഇത് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റിക്ക് ആനുപാതികമായിരിക്കും. The volume of water in the second jar will be proportional to the vital capacity. ഇങ്ങനെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. ബ്രീത്തിങ് എക്സസൈസിലൂടെ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വൈറ്റൽ കപ്പാസിറ്റി കൂട്ടിയാൽ രക്തത്തിൽ കലരുന്ന ഓക്സിജൻ്റെ അളവും കൂടും. അപ്പോൾ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷനും കൂടും, ഊർജ്ജോൽപാദനവും അത് ആനുപാതികമായി കൂടുന്നതായിരിക്കും. അറ്റ്മോസ്ഫിയറിക് എയറിലെ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിലേക്ക് ശ്വസനവാതകമായി നാം ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദി ആൽവിയോളൈ. ആൽവിയോളയിൽ വെച്ച്, അതായത് വായു അറകളിൽ വെച്ച് എങ്ങനെ ഈ വാതക വിനിമയം നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായി 3 പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യാനുള്ളത്. ആൽവിയോളൈ, വായു അറകൾ. എന്താണ് വായു അറകളുടെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. ആൽവിയോളൈ അഥവാ വായു അറകൾ. Bronchioles end in millions of alveoli. They are delicate air sacs and elastic in nature. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണുന്ന ഇലാസ്റ്റികത സ്വഭാവമുള്ള
അതിലോലമായ സ്തര അറകളാണ് വായു അറകൾ. Alveoli increase the surface area in lungs. The surface area of both the lungs together is equivalent to the surface area of a tennis court. വായു അറകൾ ശ്വാസകോശത്തിൻ്റെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. ഇരു ശ്വാസകോശങ്ങളിലെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. Alveoli are surrounded by numerous blood capillaries. വായുറകളെ ആവരണം ചെയ്ത് ധാരാളം രക്തലോമികകളുണ്ട്. The inner wall of the alveoli is always kept moist. വായുറകളുടെ ഉൾഭിത്തി എപ്പോഴും ഈർപ്പം നിറഞ്ഞതായിരിക്കും. Second point, peculiarities of alveoli and blood capillaries. രക്തലോമികകളുടെയും വായുറകളുടെയും ഭിത്തിയിലെ പ്രത്യേകതയാണ് ഇത് വായു വിനിമയത്തിന് സഹായിക്കുന്ന മറ്റൊരു പ്രത്യേകത. The second point, the peculiarities of alveoli and blood capillaries. അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, each alveoli is surrounded by numerous blood vessels and the inner wall of the alveolus, singular ആണ് alveolus, കുറേ അധികം ആകുമ്പോഴാണ് നമ്മൾ അതിനെ alveoli എന്ന് പറയുന്നത്. And the inner layer of alveolus is keep always moist. എപ്പോഴും ഈർപ്പമുള്ളതാണ് ഈ ഉൾഭാഗം. അതുപോലെ and the walls of the alveolus is made up of single layer of cells. ഒരൊറ്റ ലെയർ സെല്ലുകൾ കൊണ്ടാണ് ഈ ആൽവിയോളസിൻ്റെ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ കാപ്പിലറീസിലേക്ക് വരികയാണെങ്കിൽ, ലോമികകളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരൊറ്റ ലെയർ മാത്രമേ ഉള്ളൂ. സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ആ ഭിത്തിയും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് രണ്ട് സെല്ലുകളിലൂടെ മാത്രമേ ഗ്യാസസിന് കടന്നു പോകേണ്ട ആവശ്യമുള്ളൂ. ഡിഫ്യൂസ് ചെയ്തിട്ട് കടന്നു പോകുമ്പോൾ ഈ കാപ്പിലറീസിലാണെങ്കിൽ കാപ്പിലറി വാളിലൂടെയും അത് കഴിഞ്ഞാൽ ആൽവിയോളസിലേക്കും രണ്ട് ലെയർ സെൽസിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസസിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ഗ്യാസിൻ്റെ ഇടയിൽ രണ്ട് ലെയർ ഓഫ് സെൽസേ ഉള്ളൂ. അതുകൊണ്ട് ഈസി എക്സ്ചേഞ്ച് നടക്കും. The surface that separates the blood in the blood capillaries and the air in the alveoli has the thickness of only 2 rows of cells. രക്തലോമികകളിലെ രക്തത്തിനെയും വായു അറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് 2 നിര കോശങ്ങളുടെ കനം മാത്രമേ ഉള്ളൂ. റെസ്പിറേറ്ററി ഗ്യാസസ്, ശ്വസനവാതകങ്ങളുടെ വിനിമയം ഗാഠതയ്ക്കനുസരിച്ച്, കോൺസെൻട്രേഷൻ അനുസരിച്ച് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതും നമുക്ക് വിശദീകരിക്കാം. തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ് നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ലങ്സിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്ത് ഓക്സിജൻ നിറച്ച് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു എന്ന് നാം പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ലങ്സിലെത്തുന്ന ബ്ലഡ് വെസലിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ്, ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൈഡ് ദ കാപ്പിലറി ഇസ് മോർ കമ്പയർഡ് ടു ആൽവിയോളസ്. ആൽവിയോളസിനുള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെയുള്ള രക്തലോമികകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ ചലിക്കും. അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ അഥവാ അന്തർവ്യാപനം എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് ആൽവിയോളസിലേക്ക്, വായു അറയിലേക്ക് പ്രവേശിക്കും. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വായുവിൻ്റെ അളവിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ബ്ലഡ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഫ്രം ദി ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഓക്സിജൻ ഈ 2 റോസ് ഓഫ് സെല്ലിൻ്റെ ഇടയിൽ കൂടെ ബ്ലഡിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് ലങ്സിൽ വെച്ച്. ഇങ്ങനെ രക്തത്തിലേക്ക് എത്തുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തത്തിലെ പ്രധാന ഘടകമായ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസിലൂടെയാണ്. അരുണ രക്താണുക്കളിലൂടെയാണ് ഓക്സിജൻ സെൽസിലേക്ക്, കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആകൃതിയും അതിനടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും ഇതിനെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡ് ബ്ലഡ് സെൽസ്, RBC അഥവാ അരുണ രക്താണുക്കൾ. RBCs, red blood cells, are the blood cells seen in blood. They are disc-shaped
and do not have nucleus or other cell organelles. The count of RBC is between 45 lakh to 60 lakhs per milliliter of blood. It is full of hemoglobin, the protein which gives red color to the blood. Hemoglobin has affinity to oxygen. അരുണരക്താണുക്കൾ ഡിസ്ക് ആകൃതിയിലുള്ള ന്യൂക്ലിയസും മറ്റു കോശാംഗങ്ങളും ഇല്ലാത്ത രക്തകോശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഹീമോഗ്ലോബിൻ ഇവയിൽ കാണപ്പെടുന്നു. ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവന്ന നിറം നൽകുന്നു എന്ന് നമുക്കറിയാമല്ലോ. 1 മില്ലിലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കൾ കാണപ്പെടുന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 52 ചിത്രീകരണം 4.3 ഇല്ലസ്ട്രേഷൻ 4.3 ഓക്സിജൻ എങ്ങനെ സെല്ലുകളിലേക്ക് ലഭിക്കുന്നു എന്ന് നോക്കാം. A hemoglobin molecule contains 4 protein strands and these protein strands contains iron. Oxygen combines with iron so that each hemoglobin can carry 4 oxygen molecules. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 പ്രോട്ടീൻ ഇഴകളുണ്ട്. ഇവയിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. ഈ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. അതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനായി സാധിക്കും. In the blood capillaries, oxygen combines with hemoglobin and forms oxyhemoglobin. When the oxyhemoglobin reaches the tissues, the concentration of oxygen is less, so that the oxyhemoglobin dissociates into oxygen and hemoglobin. This oxygen diffuses into the cells through the tissue fluid. വായു അറയിലെ ഓക്സിജൻ രക്തലോമികകളിലേക്ക് പ്രവേശിച്ച് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. ഈ ചിത്രീകരണത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്സി ഹീമോഗ്ലോബിനെ വഹിച്ചുകൊണ്ടുള്ള രക്തം കലകളിലെത്തുമ്പോൾ അവിടെ ഓക്സിജൻ്റെ ഗാഢത കുറവായതുകൊണ്ട് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു. ഈ ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് ഡിഫ്യൂഷൻ വഴി എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് കോശങ്ങളിലേക്ക് ഓക്സിജൻ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലൂടെ ഓക്സിജൻ എത്തിച്ചേരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 52. ഓക്സിജൻ ഇൻ ദി ആൽവിയോളൈ. വായു അറയിലുള്ള ഓക്സിജൻ രക്തത്തിലെത്തി ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. ഈ ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ ആയി മാറി ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇത് നോക്കിക്കൊണ്ട് ഈ ഫ്ലോ ചാർട്ട് നോട്ട് ബുക്കിൽ പകർത്തുക. റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ പ്രതലത്തിൽ കാണുന്ന ഹീമോഗ്ലോബിൻ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം അയൺ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് the main constituent for the production of hemoglobin is iron. അപ്പോൾ നമ്മൾ അയൺ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഈ ഏറ്റവും കൂടുതൽ അളവിൽ ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് RBCയിൽ ന്യൂക്ലിയസ് പോലും ഇല്ലാതെ അതിന് ഡിസ്ക് ഷേപ്പിൽ അതിൻ്റെ ആകൃതി ഉള്ളത് പോലും അത് ഏറ്റവും കൂടുതൽ അളവിൽ ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ അയൺ ഉണ്ടെങ്കിൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് റെഡ് ബ്ലഡ് സെൽസിന് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവൊന്ന് പരിശോധിക്കാം. പുരുഷന്മാരിൽ 15 ഗ്രാമാണ്. 100 ml രക്തത്തിൽ 15 ഗ്രാമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. ഇനി സ്ത്രീകളിൽ അല്പം കുറയും. 13 ഗ്രാമാണ് 100 ml. 100 ml രക്തം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 13 ഗ്രാമോളം ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള പുരുഷനും സ്ത്രീയുടെയും ഹീമോഗ്ലോബിൻ്റെ അളവ്. സാധാരണഗതിയിൽ നമുക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് അല്പം കുറവായിട്ടാണ് നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നാം വിദ്യാലയങ്ങളിലൂടെ അയൺ ടാബ്ലറ്റ് നൽകുന്നുണ്ട്. ഈ വർഷം കൊറോണ കാരണം നമുക്ക് അത് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും
കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നാം അയൺ ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ അയൺ ഉണ്ടെങ്കിൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജനെ ക്യാരി ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കും. ക്ഷീണമില്ലാതെ നമുക്ക് ബുദ്ധി വികാസം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ ഇപ്പോൾ ഈ കൊറോണ സീസൺ കാരണം നമുക്ക് സ്കൂളിലെ അയൺ ടാബ്ലറ്റ് ലഭിക്കുന്നില്ല. പക്ഷെ നമുക്ക് വീടുകളിൽ ഏതെല്ലാം ഭക്ഷണത്തിലൂടെ നമുക്ക് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ നോക്കാം. കാരണം ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയും ശരീരത്തിലെ. ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ ശരീരത്തിൽ ക്ഷീണം സംഭവിക്കും, എനർജി പ്രൊഡക്ഷൻ കുറയുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥത്തിലാണ് അയൺ അടങ്ങിയിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലെല്ലാം ധാരാളം ഇരുമ്പ് അഥവാ അയൺ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനം ലീഫി വെജിറ്റബിൾസ് അഥവാ ഇലക്കറികളാണ്. രക്തത്തിലെ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവും കുറയും. ഈ അവസ്ഥയാണ് വിളർച്ച അഥവാ അനീമിയ എന്നറിയപ്പെടുന്നത്. അനീമിയ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്. ഇന്നത്തെ ക്ലാസ് ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള QR കോഡുകൾ സ്കാൻ ചെയ്ത് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.